സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ സ്നേഹക്കൂടിന്റെ ഒരു അടിപൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോവാം. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ രാജലക്ഷ്മിനെയും കാട്ടൂരാനെയും അതുപോലെ തന്നെ പല്ലവിനെയും സേതുവിനെയാണ് കേട്ടോ. അപ്പൊ പല്ലവിയോട് ചെന്നിട്ട് അതെ ഒന്ന് നിന്നേ എന്ന് പറഞ്ഞു പല്ലവിയോട്. എന്നെ മുട്ട് കുത്തിച്ചു എന്ന ഒരു തോന്നല് നിനക്കുണ്ടാവും അല്ലേ? ക്യാമറയുടെ മുന്നിൽ ഞാൻ ചുമ്മാ അഭിനയിച്ചതല്ലേ എന്ന് കാട്ടൂരോട് പറയണം. അല്ല പിന്നെ അതെ ഒട്ടും ഒരു ആത്മാർത്ഥമായിട്ടല്ല ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ആ പറച്ചില് ഒരു പ്രസക്തി ഇല്ല. അതാണ് എന്ന് പറഞ്ഞ വക്കീല്. ആന്നാ നിങ്ങൾ അങ്ങനെ എന്നെ ചെയ്യൂന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. അതിലെന്നാ അതിശയം? അമ്മ മാപ്പ് പറഞ്ഞോ ഇല്ലയോ അതൊന്നുമല്ല എന്റെ വിഷയം. എന്നെ കടിച്ച പാമ്പിന്റെ വിഷം അതേ പാമ്പിനെ കൊണ്ട് തന്നെ വിഷം ഇറക്കാൻ പറ്റിയല്ലോ, അതാ എനിക്ക് സന്തോഷം എന്ന് പറഞ്ഞു. അപ്പൊ സേതോടെ നിപ്പുണ്ട്. ഇതെല്ലാം കേട്ട് അതിലെന്താണേലും എനിക്ക് വിജയിക്കാൻ പറ്റിയല്ലോ. നീ എന്ത് വിജയിച്ചു എന്നാടി? അപ്പീല് പോവാൻ പോകുന്നുണ്ടല്ലോ നീ ഹൈക്കോടതിയില്. അപ്പൊ നമുക്ക് നോക്കാം അവിടെ നിന്ന് ഡിവോഴ്സ് കിട്ടുമോ ഇല്ലയോ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അതെ ഒരു കാര്യം പറഞ്ഞേക്കാം, എന്ത് വില കൊടുക്കേണ്ടി വന്നാലും എന്റെ മകനെ പിരിയാമെന്ന് നീ കരുതുകയേ വേണ്ട. അങ്ങനെ പറ. അവൻ എന്താണെങ്കിലും അവള് ചാവണം. അല്ലാതെ അങ്ങനെ ആണെങ്കിൽ മാത്രമേ നിയമപരമായിട്ട് ശരിക്കും നീ ഭാര്യ അല്ലാതാവൂ. അത് അമ്മ പറയേണ്ട കാര്യമില്ലല്ലോ. കോടതിക്ക് മുകളിലാണ് അമ്മ എന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ. കാലം നമുക്ക് തിരിച്ചടി തരുവോമേ? കീഴ്ക്കോടതിയില് എനിക്ക് പല തെറ്റുകളും സംഭവിച്ചു. അതെല്ലാം ഞാൻ ഹൈക്കോടതിയിൽ തിരുത്തുക തന്നെ ചെയ്യാം. കാട്ടൂരാനോ വേറെ ആര് വേണമെങ്കിലും അമ്മ ഇറക്കിക്കോ, ധൈര്യമായിട്ട് ഇറക്കിക്കോ. അവിടെ ഫൈറ്റ് ചെയ്യാൻ പോകുന്നത് ഞാൻ എന്ന ന്യായവും നിങ്ങൾ എന്ന അന്യായവും തമ്മിലായിരിക്കും ഫൈറ്റ് ചെയ്യാൻ പോണത്. മനസ്സിലായോ നിങ്ങൾക്ക് എന്ന് ചോദിച്ചു. പല്ലവിയുടെ സൗമ്യമായ ഒരു മുഖം മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ, പക്ഷേ രൗദ്രഭാവം നിങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോഴത്തേനും ഇവ രണ്ടുപേരുടെ കളിയാക്കി പല്ലവി ചിരിക്കാണ് കേട്ടോ. അയ്യോ രൗദ്രഭാവം പോലും കേട്ട വക്കീലേ. അതെ ഇവന്റെ ബലത്തിലല്ലേ നീ ഈ കിടന്ന് തുള്ളുന്നത് എന്ന് ചോദിച്ച് സേതുവിന്റെ നേരെയായി. ഇവനെയും ഞങ്ങള് വെറുതെ വിടാൻ പോകുന്നില്ല കേട്ടോടാ. അപ്പൊ കൈയൊക്കെ കെട്ടി ഇങ്ങനെ നോക്കി എന്നിട്ട് കൊറേ അനുഭവിക്കേണ്ടി വരും നീ. അപ്പൊ ഒന്ന് ചിരിച്ചു സേതു. ചിരിച്ചിട്ട് അയ്യോ ഇതുവരെ ഞാൻ അനുഭവിച്ച ജീവിതത്തെക്കാൾ കൂടുതൽ ഇനി ആർക്കും എന്നെ അനുഭവിപ്പിക്കാൻ പറ്റുമെന്ന് തോന്നില്ല രാജലക്ഷ്മി. കഷ്ടം തന്നെയാണല്ലോ നിങ്ങളുടെ കാര്യം. അതുകൊണ്ട് ആരുമായിട്ടും മത്സരിക്കാൻ ഞാൻ റെഡിയാണ്. എനിക്ക് ഒരു പ്രശ്നവുമില്ല. ചെയ്തോ അതെ എന്നാലും പറ്റുന്ന പോലൊക്കെ ഞാൻ തിരിച്ചടിക്കുകയും ചെയ്തോളാം. എന്താ അതുപോലെ? പല്ലവിയെ നിങ്ങൾക്ക് എന്താണേലും തീരെഴുതി തന്നിട്ടൊന്നുമില്ലല്ലോ. ഹൈക്കോടതി വെച്ച് അങ്ങ് നമുക്ക് അവിടെ വെച്ചെന്ന് കാണാം. ബാക്കി അവിടെ അതല്ലേ അതിന്റെ ഒരു മര്യാദ എന്ന് ചോദിച്ചു കേട്ടോ. പിന്നെ അതിനു മുമ്പ് ചെറിയൊരു കല്യാണം ഉണ്ട് കേട്ടോ. ആ കല്യാണം അത് കഴിയുമ്പോ അതിനുശേഷം നമുക്കൊന്ന് മുട്ടി നോക്കാംന്നേ. എന്താ അതുപോലെ? അപ്പൊ സേതു പല്ലവി ഇങ്ങനെ മീശയൊക്കെ പിരിച്ചു വെച്ചിട്ട് കേറ് പല്ലവി നമുക്ക് പോവാം എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരുടെ അങ്ങോട്ടേക്ക് പോവാണ്. വക്കീലെ ഒരു കാരണവശാലും അവള് ജയിക്കാൻ പാടില്ല. അവളുടെ അഹങ്കാരം മാറ്റണം. അതെനിക്ക് വിട്ടേരെ. അവളുടെ ആഗ്രഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. അതെ രാജലക്ഷ്മിക്ക് വിജയിക്കാൻ വിധി കിടക്കുമ്പോ കാട്ടൂരാൻ വെറുതെ അങ്ങോട്ട് നിന്നാ പോരെ അല്ലേ? ആമ റൈറ്റ് എന്ന് ചോദിച്ചു. എന്നാ വക്കീല് വാ. അപ്പ രാജലക്ഷ്മിക്ക് അങ്ങ് സുഖിച്ചു. കാട്ടൂരാൻ നല്ല സുഖിപ്പിച്ചിട്ട് പൈസ അടിച്ചു മാറ്റുന്നുണ്ട്. പിന്നെ വേണ്ട നമ്മുടെ പൊന്നമ്പളത്തിലേക്ക് എത്തിയിരിക്കുകയാണ് രണ്ടാളും. അപ്പൊ കയറി ചെല്ലുമ്പോഴേക്കും നമ്മുടെ പൂർണിമാമയും അച്ചും ഇറങ്ങി വരികയാണ് കേട്ടോ. ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചിട്ടുണ്ട്. ഇപ്പൊ ഒരു കേസില് പോലീസ് അന്വേഷിക്കുന്ന പ്രതിയല്ല. അപ്പൊ പിന്നെ തല ഉയർത്തി പിടിച്ച് പല്ലവിക്ക് അച്ചുവിന്റെ കല്യാണം കൂടാലോ എന്ന് ചോദിക്കുകയാണ് സേതു. അപ്പൊ പൂർണിമാമ അങ്ങോട്ടേക്ക് വന്നു. അപ്പൊ അച്ഛന് ഭയങ്കര സന്തോഷമായി. പൂർണിമാമയുടെ മുഖം പക്ഷെ ഇങ്ങനെ ഭീകരായിട്ടിരിക്കുകയാണ് കേട്ടോ. ആ പല്ലവിയുടെ അടുത്തേക്ക് വന്ന് അവളുടെ ചെവിക്ക് പിടിച്ചു. എന്നോട് പറയാതെ നീ പോയില്ലേ, എന്റെ അനുവാദം നിനക്ക് വേണ്ട അല്ലേ എന്ന് ചോദിച്ചാണ് ചെവിക്ക് പിടിക്കുന്നത്. എന്റെ അമ്മേ അത് പിന്നെ അമ്മയോട് ഞാൻ അത് അനുവാദം ചോദിച്ചാല് അമ്മ സമ്മതിക്കില്ല എന്ന് എനിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കാതിരുന്നത് എന്ന് പറഞ്ഞു. അമ്മ ക്ഷമിക്കണം, അതല്ലാതെ എന്റെ മുന്നിൽ വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. ശരി സാരമില്ല പോട്ടെ, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. നന്നായി. എന്താണെങ്കിലും ചെയ്തതൊക്കെ നന്നായിട്ടുണ്ട്. ആ തലവേദന എന്താണെങ്കിലും അങ്ങ് അവസാനിച്ചല്ലോ. സമാധാനം സന്തോഷമായി. സത്യം പറയാലോ എന്ന് പറഞ്ഞ് പല്ലവിയെ ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് നമ്മുടെ പൂർണിമാമ. അപ്പൊ അച്ചു അപ്പുറത്തൊപ്പുണ്ട് കേട്ടോ.
ാത്തത് കൊണ്ട് തനിച്ചായി പോയതുപോലെയായിരുന്നു നീ എനിക്ക് ആരായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞ ദിവസമാണ് ഈ കടന്നു പോയതൊക്കെ. സത്യം പറയാലോ, ഇനി ഒരു കാര്യം ചെയ്യണം, ഇനി എങ്ങും പോകരുത് കേട്ടോ. ഇവിടെ തന്നെ ഉണ്ടാവണം. ഈ അമ്മയ്ക്ക് കൂട്ടായിട്ട് ഉണ്ടാവില്ലേ നീ എന്ന് ചോദിച്ചോ. അച്ഛൻ പോകുമ്പോ അതിന് പകരമായിട്ട് നീ വേണം ഇവിടെ, മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിച്ചോ. അപ്പൊ ഉണ്ടാവില്ലേ എന്ന് ചോദിച്ചപ്പോ എന്റെ കൂടെ തന്നെ നീ കാണില്ലേ? ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. അല്ലതല്ലേ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്, അതിന് നീ അല്ലല്ലോ, ഇവളല്ലേ പറയേണ്ടത്. ഉണ്ടാവും അമ്മേ, ഞാൻ ഇനി എന്നും അമ്മയുടെ അടുത്ത് തന്നെ ഉണ്ടാവും എന്ന് പല്ലവി വാക്ക് കൊടുക്കണം. സന്തോഷമായി. പൊന്നുമടം ഇതുവരെ കാണാത്ത ആഘോഷങ്ങൾക്ക് സാക്ഷിയാവും പോവാ. അച്ഛന്റെ കല്യാണം നമുക്ക് പൊടിക്കണം. നിങ്ങൾ രണ്ടുപേരും വേണം മുൻപന്തിയിൽ നിന്ന് എല്ലാം തന്നെ നടത്താൻ. ഞങ്ങളുണ്ടമ്മേ, അമ്മ ഒന്നുകൊണ്ട് പേടിക്കണ്ട എന്ന് പറഞ്ഞു. അപ്പൊ സന്തോഷമായി കേട്ടോ. ശരി, അപ്പൊ നമ്മുടെ പല്ലവിയെ കൂട്ടിപ്പിടിച്ചിട്ട് പേടിയായിരുന്നു. ഇന്ദ്രന്റെ വീട്ടിൽ നീ ചെന്നു എന്നറിഞ്ഞപ്പോ നിനക്ക് ഇത്രയും ധൈര്യം ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതേ ഇല്ല. അത് പിന്നെ ഉണ്ടാവാതിരിക്കുവോ? അതൊക്കെ ഞാൻ കൊടുത്തതല്ലേ എന്ന് പറഞ്ഞ സേതു. അല്ല, ധൈര്യം ഞാൻ കൊടുത്തതല്ലേ? എന്തോ എന്നാ സേതു കേട്ടാ? അല്ല, ഞാൻ പുറത്തുണ്ടായിരുന്നു എന്നായിരുന്നല്ലോ പല്ലവിയുടെ ഒരു ധൈര്യമേ, അതാ ഞാൻ പറഞ്ഞത്. ആരും പുറത്തുണ്ടായിട്ട് ഇപ്പൊ എന്താ കാര്യം? അകത്തിവൾ ഒറ്റയ്ക്കായിരുന്നില്ലേ? എന്തായാലും ഒരപകടം കൂടി തിരിച്ചെത്താൻ പറ്റിയല്ലോ. അതെ, തൃപ്തിയായി അമ്മയ്ക്ക്, സന്തോഷായി എന്ന് പറഞ്ഞു. ബാ എന്ന് പറഞ്ഞ് നമ്മുടെ പൂർണിമാമ അകത്തേക്ക് കയറി പോവാണ്. അപ്പം നമ്മുടെ അച്ചു നിപ്പുണ്ട്, അതുപോലെ തന്നെ സേതുവും പല്ലവി നിപ്പുണ്ട്. അതെ, കുറച്ച് ധൈര്യം തരുമോ? എന്തിനാണാവോ? അല്ല, ചുമ്മാ ഒരു ധൈര്യത്തിന് എനിക്കിത്തിരി കുറവാണല്ലോ. അതെ, വെറുതെ അമ്മയുടെ മുന്നിലൊന്ന് ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങ് പറഞ്ഞു തന്നേ, അല്ലാതെ വേറൊന്നുമല്ല. എന്നെക്കാൾ ധൈര്യം സത്യത്തില് പല്ലവിക്ക് തന്നെയാട്ടോ എന്ന് പറഞ്ഞു. ആണല്ലോ, എങ്കിലേ ആ ചെവി ഇങ്ങോട്ടോ നീ ഒന്ന് നീട്ടിയേ എന്ന് പറഞ്ഞു. എന്തിനാ? ഒരു കാര്യം പറയാനാ. അപ്പൊ ചെവിയെ പിടിച്ച് തിരുമാണ് കേട്ടോ. ഇനി കള്ളം പറഞ്ഞാലുള്ള ശിക്ഷയായത്, മനസ്സിലായോ? അപ്പൊ അച്ചു അപ്പുറത്ത് നിന്ന്, ഞാനിവിടെ ഒരാളെ നിപ്പുണ്ടേ, ആ വിചാരം രണ്ടുപേർക്കും ഉണ്ടായെങ്കിൽ നന്നായിരുന്നു എന്ന് പറഞ്ഞു. ആ, അതിനിപ്പോ നീ ഇവിടെ നിപ്പുണ്ടായിരുന്നു? ഞാൻ കണ്ടതേ ഇല്ല. ഞാൻ പക്ഷെ എല്ലാം കണ്ടു. എന്ത് എന്ന് ചോദിച്ചു. എല്ലാം എന്ന് പറഞ്ഞ അച്ചു അങ്ങ് പോവാണ്. അല്ല പല്ലവി, നമ്മൾ ഇനിയിപ്പോ എന്താ കാണിച്ചത്? ഒന്നും കാണിച്ചില്ലല്ലോ. അപ്പൊ പിന്നെ അവളെന്താ എല്ലാം കണ്ടെന്ന് പറഞ്ഞത്? അവള് കണ്ടു കാണുമായിരിക്കും, നമ്മളെ വേറെന്തെങ്കിലും കാണിച്ചു കാണുമായിരിക്കും എന്നോ? എന്ത് കാണിച്ചു എന്ന്? അതല്ല എന്നൊക്കെ പറഞ്ഞ സേതു ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. സേതു ഒരു വട്ടുകളി. അപ്പൊ പിന്നെ നമ്മൾ കാണുന്നത് കിച്ചണിലേക്ക് ചെല്ലുകയാണ്. ബേബി ചേച്ചിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് പല്ലവി. എന്ന് വിളിച്ചോട്ടോ. എന്റെ മോള് വന്നോ എന്ന് ചോദിച്ചോ. ഓഹോ, സന്തോഷായി. മോളില്ലാത്തതുകൊണ്ട് ഒരു രസം ഉണ്ടായിരുന്നില്ല കേട്ടോ, സത്യമായിട്ടും എന്ന് പറഞ്ഞു. അപ്പൊ ബേബി ചേച്ചിക്ക് സങ്കടമാണ്. ഇപ്പോഴാ മോളിന്റെ ഈ വീടിന്റെ വിളക്കാന്ന് മനസ്സിലാവണതാ. ദൈവാനുഗ്രഹം കൊണ്ട് പ്രശ്നങ്ങളൊക്കെ ഒരുവിധം തീർന്നു ബേബി ചേച്ചി. കേസിൽ നിന്നൊക്കെ തൽക്കാലം ഒഴിവായി. അനുഗ്രഹം കൊണ്ടല്ല, പിന്നെ മോളുടെ കഴിവ് കൊണ്ടാണ്. മോള് കാണിച്ച ധൈര്യം ഞങ്ങളെപ്പോലുള്ള സ്ത്രീകൾക്കൊക്കെ ഒരു പ്രയോജനമാണ്. അതെ, വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ബേബി ചേച്ചി ചെയ്യേണ്ടി വന്നത്. പിന്നെ ഭാഗ്യവും കൂടെ നിന്നു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഏതായാലും അപകടം കൂടാതെ തിരിച്ചെത്തിയാൻ പറ്റിയല്ലോ എന്ന് ഓർത്ത് സന്തോഷിക്കാം. എന്താണേലും അവൻ പത്തി താത്തോളും ഇനിയിപ്പം എന്ന് പറഞ്ഞു. കുടുംബ കോടതിയിലെ കേസ് ജയിച്ചതിന്റെ അഹങ്കാരമൊക്കെ അവനിപ്പൊ പോയി കാണും. ഒന്നുമില്ല ചേച്ചി, എന്ത് ചെയ്യാനാ, അങ്ങനെയൊന്നും ചിന്തിക്കേ വേണ്ട എന്ന് പറഞ്ഞു. താനൊരു വലിയ തെറ്റാണ് എന്ന് തോന്നാത്ത ഒരേ ഒരാളെ ഈ ലോകത്തുള്ളൂ, അതാണ് ഇന്ദ്രൻ ആണ് എന്ന് പറഞ്ഞു. അയാൾക്ക് ഇപ്പൊ കിട്ടിയത് ചെയ്യുന്നതെല്ലാം ശരിയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് ഇപ്പൊ കിട്ടിയതൊന്നും ഒരിക്കലും ഒരു തിരിച്ചടിയാണെന്ന് തോന്നുകയേയില്ല. ഒരബദ്ധം പറ്റി, അല്ലെങ്കിൽ ഒരു കൈപ്പിഴ, അങ്ങനെ മാത്രമേ അവൻ വിചാരിക്കുള്ളൂ ചേച്ചി എന്ന് പറഞ്ഞു. കുറച്ച് ദിവസമെങ്കിൽ കുറച്ച് ദിവസം എന്നെ ഒന്ന് പേടിപ്പിക്കാൻ പറ്റിയല്ലോ, അതിന്റെ സന്തോഷത്തിലായിരിക്കും ടിവിയിലടക്കം വാർത്ത വരുത്തി എന്നെ നാറ്റിക്കാൻ പറ്റിയല്ലോ. അതുകൊണ്ട് അവളെ നേട്ടങ്ങളായിട്ട് തന്നെയായിരിക്കും അയാൾ അതൊക്കെ കാണുക എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഈ സംഭവത്തിൽ തോറ്റു എന്ന് അയാൾ ഒരിക്കലും വിചാരിക്കില്ല. അതെ, അവൻ എന്തെങ്കിലും കാണിക്കട്ടെ, നമ്മളതൊന്ന് ശ്രദ്ധിക്കാൻ പോകണ്ട. അല്ല, മോക്ക് എന്താ കഴിക്കാൻ വേണ്ടത്? വിശക്കുന്നില്ലേ? എത്ര ദിവസമായി ബേബി ചേച്ചി ഉണ്ടാക്കിയത്? അതെ, ശരിക്കും പറഞ്ഞാല് വിശന്നിട്ട് പാടില്ല ബേബി ചേച്ചി. എന്നാ ഞാൻ ഭക്ഷണം എടുത്തു തരാം. ഞാൻ അവിടെ ഭക്ഷണം ഞാൻ തനിച്ചുണ്ടാക്കിയായിരുന്നു കഴിക്കല് കേട്ടോ, അതുകൊണ്ട് ഒരു ടേസ്റ്റ് തോന്നിയതേ ഇല്ല. അല്ലെങ്കിൽ ഇനി വല്ല വിഷവും കലക്കി തന്നാലോ? ഇവിടത്തെ കാര്യത്തിൽ അതോർത്ത് മോക്ക് പേടിക്കണ്ടല്ലോ, സമാധാനം സന്തോഷമായിട്ട് കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് ബേബി ചേച്ചി നമ്മുടെ പല്ലവിനെ കഴിപ്പിക്കുകയാണ് കേട്ടോ. പിന്നെ കാണും നമ്മുടെ സേതുവിനെയാണ്. സേതു ഭയങ്കര ടെൻഷനിലാണ്. അങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് പല്ലവി കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് അങ്ങോട്ടേക്ക് വന്നു. സേതുട്ടാ, ഇപ്പൊ ഉണ്ടല്ലോ സേതുട്ടാ, സത്യം പറഞ്ഞ സ്വന്തം വീട്ടിലേക്ക് വന്ന പോലെ ഒരു ഫീലിങ്സാ എന്ന് പറഞ്ഞു.
അപ്പൊ സേതുവേട്ടൻ ഇങ്ങനെ എന്തോ ആലോചിച്ച് നിൽക്കുകയാണ്. പക്ഷെ ഇതൊന്നും കേൾക്കാനുള്ള ഒരു മൂഡൊന്നും ഇല്ല നമ്മുടെ സേതുവിന്. സേതുവേട്ടൻ തന്ന ആ സപ്പോർട്ട് അതാട്ടോ ഇന്ദ്രനെ കണ്ടെത്താൻ എന്നെ സഹായിച്ചത്. ഒറ്റയ്ക്കായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ഇന്ദ്രനിലേക്ക് എത്തില്ലായിരുന്നു സേതുവേട്ടാ. അതൊന്നും അല്ല പല്ലവി, ഞാൻ അതിനെപ്പറ്റി അല്ല, വേറൊരു കാര്യമാ. പ്രതാപന്റെ സിനിമ എങ്ങനെ ഇന്ദ്രന്റെ കൈ വന്നു, അതാ ഞാനിങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത് ാണല്ലോ ഇന്ദ്രൻ അവന്റെ അമ്മയെ വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ആ പ്രതാപനും ഇന്ദ്രനും തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടായിരിക്കുമോ? രാഷ്ട്രീയക്കാരനല്ലേ അയാള്, ഇന്ദ്രനാണെങ്കിൽ കാശുകാരനും. അപ്പൊ പിന്നെ അങ്ങനെ വല്ല ബന്ധവുമാണെങ്കിലോ പറയാൻ പറ്റില്ല. എന്നാലും സിം ഇനിയിപ്പം അയാൾ കൊടുക്കുവോ അങ്ങനെ? അതോ ഇതുപോലൊരു കേസില് എന്തായിരിക്കും അതിനർത്ഥം എന്ന് ചോദിച്ചോ? അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അവര് തമ്മില് സാധാരണത്തിൽ കവിഞ്ഞ ഒരു ബന്ധമുണ്ടെന്നല്ലേ? എങ്കിൽ സൂക്ഷിക്കണം. അച്ചു ചെല്ലാൻ പോകുന്ന വീടാത്. അവിടെ ഇന്ദ്രൻ ഒരു പിടിയുണ്ട് എന്ന് വന്നാൽ അതൊട്ടും നല്ലതല്ല ചെയ്തു കേട്ടാ. ഇന്ദ്രനും നിഖിലും തമ്മിൽ അടുപ്പം ഉണ്ടോന്ന് എനിക്ക് നല്ല സംശയമുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഇവരിങ്ങനെ നിൽക്കുകയാണ്. ചിലപ്പോ നിഖില് വഴി ആയിരിക്കും ആ സിം ചിലപ്പോ ഇന്ദ്രന്റെ കയ്യിൽ എത്തിയിരിക്കുന്നത് എങ്കിലോ? അതും പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അത് കൂടുതൽ കൂടുതൽ അപകടമാണ്. നമ്മള് ഒഴിവായി പോവാ. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും? കല്യാണം അടുത്തെത്തി, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാമായിരുന്നു സേതുവേട്ടാ. ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. ആ സാരമില്ല. പക്ഷെ ആ ഒരു ഒറ്റ കാരണം കൊണ്ടാ ഞാനിപ്പോ അതേണ്ട എന്താ പറയായിരുന്നു വിഷമിക്കുന്നത്. നിഖിലിനെ എനിക്ക് തീരെ ഇഷ്ടമായിട്ടില്ല പല്ലവി. അവന്റെ ആ സ്വഭാവവും അവന്റെ വീട്ടുകാരുടെ രീതിയും ഒന്നും എനിക്ക് പിടിച്ചിട്ടില്ല. അതൊക്കെ സഹിക്കുന്നത് അമ്മയെ ഓർത്തിട്ട് മാത്രമാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ക്ഷമിക്കുന്നത്. ഒരു തവണ കല്യാണം മുടങ്ങിയതാ അച്ഛൻ്റെത്. പക്ഷെ ഇനിയും എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു പോയാ എന്റെ അമ്മ എന്ന് പറഞ്ഞ സേതു ഇങ്ങനെ സങ്കടപ്പെടുക. വേണ്ട, അത് ഉണ്ടാവും. അതുകൊണ്ടാ ഞാൻ എല്ലാം മറന്ന് ഇങ്ങനെ നിൽക്കാൻ ശ്രമിക്കുന്നത്. എങ്കിലും എന്താണെന്ന് അറിയില്ല, ചില നേരത്തെ ആലോചിക്കുമ്പോൾ എന്തോ ഒരു ഉള്ളിനുള്ളിൽ ഒരു പേടി പോലെ തോന്നുക പല്ലവി. അച്ചുവിനെ കുറിച്ച് ഓർക്കുമ്പോഴേ എനിക്ക് സങ്കടം. ഇന്ദ്രൻ അവൻ എന്റെ മനസ്സിൽ നിറച്ച് അവനാ എന്റെ മനസ്സിൽ എന്ന് പറഞ്ഞു. അച്ചുവിന്റെ ജീവിതം അവൻ കാരണം അവൻ തകർക്കൂ പല്ലവി എന്ന് ചോദിക്കണം. അറിയില്ല സേതുവേട്ടാ, അങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്ന് വിശ്വസിക്കാനല്ലേ സേതുവേട്ടാ നമുക്ക് പറ്റൂ. അല്ലാതെ ഞാൻ നേരത്തെ സേതുവിനോട് പറഞ്ഞില്ലേ, ദൈവം നമ്മൾ ഒരുപാട് വൈകി പോയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇനിയെല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കാൻ മാത്രമേ പറ്റുള്ളൂ സേതുവേട്ടാ. ദൈവം അച്ചുവിന് നല്ലൊരു ജീവിതം മാത്രം കൊടുക്കട്ടെ, അല്ലാതെ മറ്റൊന്നും നമുക്ക് ഇനി ചെയ്യാനില്ല സേതുവേട്ടാ എന്ന് പറഞ്ഞ് പല്ലവി നേരെ അകത്തേക്ക് കയറി പോവാണ്. പക്ഷേങ്കിൽ സേതുവിന് നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ. എങ്കിലും ആളിങ്ങനെ ആലോചിച്ചിരിക്കുന്നു. പിന്നെ കാണുന്നത് ഇന്ദ്രനെയാണ് വീട്ടില്. സേതു രാജലക്ഷ്മിയും അംബികയും അതുപോലെ തന്നെ വിഷുവും ഒക്കെ നിപ്പുണ്ട് കേട്ടോ. അപ്പൊ ഇന്ദ്രൻ ഭയങ്കര ആലോചനയിലാണ്. അപ്പൊ രാജലക്ഷ്മി പറയാണ്, ഇവിടെ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഇനി അതങ്ങ് വിട്ടുകളാം. അതെ, ഇനി അതാലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കണ്ട എന്ന് പറഞ്ഞു രാജലക്ഷ്മി. എന്നിട്ട് തിരിഞ്ഞ് ഇന്ദ്രൻ ഇങ്ങനെ നിന്നിട്ട്, അമ്മേ എന്നാലും തോറ്റു പോയില്ലേ അമ്മേ, ഞാൻ അവളുടെ മുന്നില് ശരിക്കും തോറ്റു പോയില്ലേ? എന്നെ പിടിച്ചില്ലേ അവരെല്ലാവരോടി? ക്ഷീണമായി പോയി ഇന്ദ്രന്, ഇന്ദ്രജിത്തിന് വളരെ ക്ഷീണമായി പോയി എന്ന് പറഞ്ഞു. അപ്പൊ വിഷു ഇതെല്ലാം കേട്ടിട്ട് വിഷുത്തിന് സഹിക്കുന്നില്ല. ദേഷ്യാട്ടോ വിഷുവിന് വരുന്നത്. അതെ, ഏട്ടന്റെ ഈ ചിന്താഗതിയായി ഏട്ടൻ അത് മാറ്റേണ്ടത്. ഒരു കൊടും ക്രിമിനല് പോലും ചെയ്യാൻ മടിക്കുന്ന കാര്യങ്ങളാ ഏട്ടൻ ഇപ്പൊ ചെയ്ത് കൂട്ടി വെച്ചിരിക്കുന്നത്. അപ്പൊ വേഗം തന്നെ ഇന്ദ്രൻ ഇങ്ങനെ രൂക്ഷമായിട്ട് വിഷുത്തെ നോക്കുകയാണ് കേട്ടോ. രാജലക്ഷ്മിക്ക് പേടിയായിട്ടോ, ഇനി ഇവൻ എന്തെങ്കിലും അവനെ ചെയ്യുമോ എന്ന് ഓർത്തിട്ട്, അതെ വേണമെങ്കിൽ കേസ് ചാർജ് ചെയ്ത് അകത്തിടാമായിരുന്നു. കാട്ടൂരാനല്ല, ഏതു വക്കീൽ വന്നാലും രക്ഷിക്കാൻ പറ്റാത്ത രീതിയിൽ കൊടുക്കാൻ നിരഞ്ജന മേഡം വിചാരിച്ചാൽ സാധിച്ചേനെ. അത് ചെയ്യാതിരുന്നത് ഏട്ടന്റെ ഭാഗ്യം നേട്ടം വിചാരിച്ചാൽ മതി കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ ഇവരെല്ലാരും ഇങ്ങനെ നിൽക്കണം. പഴം പുരാണം പറഞ്ഞു നിൽക്കാതെ ഇനി എന്ത് ചെയ്യാം എന്ന് ആലോചിച്ച് നിൽക്കട എന്ന് പറഞ്ഞു അംബിക. എത്രയും വേഗം എത്രയും പെട്ടെന്ന് നല്ലൊരു ഡോക്ടറെ കാണണം, ഏട്ടനെ ഒന്ന് ചികിത്സിക്കണം. എന്തിന് എന്ന് ചോദിച്ചു വേഗേന്ദ്രൻ. ഏട്ടന്റെ മാനസികാവസ്ഥ ശരിയല്ല എന്ന് പറഞ്ഞു. എന്ന് നിന്നോട് ആരാടാ പറഞ്ഞത്? ആരെങ്കിലും പറയണോ? പ്രവൃത്തി കണ്ടാൽ തന്നെ അറിഞ്ഞൂടെ എന്ന് ചോദിച്ചു. നീ എന്നു മുതലാടാ ഭ്രാന്തിനെ ചികിത്സിക്കുന്ന ഡോക്ടറായത്? പറയടാ, പറയാനല്ലേ പറഞ്ഞത് എന്ന് ചോദിച്ചു. ഇവനോട് തട്ടിക്കേറുകയാണ് കേട്ടോ. എന്നിട്ട് ഇവൻ അട്ടഹസിച്ച് നിന്ന് ചിരിക്കുകയാണ്. ഈ ചിരി കണ്ടിട്ട്, ദേ കണ്ടോ, ഇവനെ കണ്ടുപിടിക്കുക, ഇവൻ ആരാ മുതല? ഇവൻ എന്നെ കണ്ടപ്പോ തന്നെ മനസ്സിലായി എന്നെ ചികിത്സിക്കണം എന്ന്. ഇത്രയും പ്രഗത്ഭനായ വൈദ്യനാണ് എന്റെ അനിയനെന്ന് ഞാൻ അറിഞ്ഞില്ല മോനെ എന്ന് വിളിച്ചു രാജലക്ഷ്മി. ഡാ, നിന്നോടാ ചോദിച്ചത്, നീ എന്താ പറഞ്ഞത്? ഇന്ദ്രനെ നന്നാക്കാൻ ഒരുത്തരം ശ്രമിക്കണ്ട.
മനസ്സിലായോ? കുടുംബസ്നേഹമുള്ളവനായിരുന്നുവെങ്കിൽ അവളെ പറഞ്ഞ് തിരുത്താനല്ലേ നീ ശ്രമിക്കേണ്ടിയിരുന്നത്? നിന്റെ ഏട്ടത്തിയമ്മയെ പറയടാ, എന്തുകൊണ്ട് നീ അത് ചെയ്തില്ല? പറയടാ, നീ എന്തുകൊണ്ട് ചെയ്തില്ല? അപ്പൊ വിശ്വ ഒന്നും മിണ്ടിയില്ല കേട്ടോ. ഇവന്റെ ഈ പ്രവൃത്തി സ്വഭാവം കണ്ടിട്ട് അറിയാലോ. കാരണം നിനക്ക് ഒരിക്കലും ഇഷ്ടമല്ല. അതുകൊണ്ട് എന്നെ ഇഷ്ടമില്ലാത്തവൻ പറയുന്നത് ഞാൻ എന്തിനു കേൾക്കണം? അതുകൊണ്ട് ഞാൻ അനുസരിക്കില്ല എന്ന് പറഞ്ഞു. അതെ, ഇനി ഭ്രാന്ത് നിനക്കാ എന്ന് പറഞ്ഞു വിശ്വത്തിനോട്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായി ആർക്കാ ഭ്രാന്ത് എന്നൊക്കെ അറിയാലോ. അപ്പൊ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്ന് രാജലക്ഷ്മി അടുത്തേക്ക് ചെന്നിട്ട്, അതാമ്മ എന്നെ ആർക്കും മനസ്സിലാവാത്തത്? സ്വന്തം ഭാര്യ അമിതമായിട്ട് സ്നേഹിക്കുന്നത് ഒരു കുറ്റാണോ? അച്ഛമ്മ പറ എന്ന് പറഞ്ഞു. അപ്പൊ അച്ഛമ്മയൊന്നും മിണ്ടുന്നില്ല. എനിക്കിഷ്ടമുള്ള രീതിയിൽ എന്റെ ഭാര്യ നടക്കണം എന്ന് ചിന്തിക്കുന്നത് അത്ര വലിയ തെറ്റാണോ? പറയ എന്ന് പറഞ്ഞു. ഒരിക്കലുമല്ല, അതാണ് ന്യായം. ദുർഗാഷ്ടമി, നിന്റെ രക്തത്തെ കുടിച്ച് ഞാൻ നിന്നെ കൊല്ലുന്നു ഞാൻ പറഞ്ഞില്ലല്ലോ. അതുകൊണ്ട് ഐ ആം പെർഫെക്റ്റ്. അങ്ങനെ ഉൾക്കൊള്ളുന്നവർ മാത്രം എന്നോട് സംസാരിച്ചാൽ മതി, അല്ലാത്തവർക്ക് പോവാം. ഔട്ട്, ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞ ഇവനോട് ഷൗട്ട് ചെയ്യാണ് കേട്ടോ. എന്താ മോനെ ഇത് എന്ന് ചോദിച്ചു. അച്ഛമ്മേ, പേടിച്ചു പോയില്ലേ? ഇതാ ഇന്ദ്രൻ. ഞാൻ പേടിച്ചു പോയി അല്ലേ എന്ന് ചോദിച്ചു. മോനിങ്ങ് വന്നേ, മോനോട് അച്ഛമ്മ സംസാരിക്കട്ടെ, ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞ ഇന്ദ്രനെ കൂട്ടിക്കൊണ്ട് അംബികത്തേക്ക് പോവാണ്. അപ്പൊ വിഷം വന്നിട്ട്, ഇനിയും വെച്ചോണ്ടിരുന്നാലേ ചങ്ങലക്കിടേണ്ടി വരും, അത് കാണണ്ടെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കൊണ്ടുപോയി ചികിത്സിക്കാൻ നോക്ക് എന്ന് പറഞ്ഞ വിഷം നമ്മുടെ രാജലക്ഷ്മിയോട് തട്ടിക്കേറിയിട്ട് ഇറങ്ങി പോവാണ്. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സി യു.